ഡോക്ടർ ശാന്തിനിയുടെയും ആദിത്യൻ്റെയും കൗണ്ട് ഡൗൺ കാർണിവലായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൽദിയുടെയും സംഗീതിൻ്റെയും ഒക്കെ ഒരു മിക്സ് ഓഫ് ഡെക്കോസ് ആയിരുന്നു ഐഗ ആൻഡ് ടീംസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നു ഡെക്കോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിലേറ്റവും ഒരു അടിപൊളി ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ചെന്നൈ ബേസ്ഡ് ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇൻ ബിറ്റ്വീൻ സംസാരിക്കുന്നതൊക്കെ കുറച്ചുകൂടി ക്ലോസ് ഒരു വിധം എല്ലാവരും സംസാരിക്കുന്നത് തമിഴിലാണ്. പക്ഷേ അവർ ബേസിക് മലയാളീസാണ്, അവർക്ക് മലയാളം അറിയാം. പക്ഷേ തമിഴാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്നുള്ളൊരു രീതിയിൽ. ഈ തമിഴ്നാട്ടുകാരുടെ ഒരു കറക്റ്റ് വൈബ് എന്നൊക്കെയുള്ളത് നമുക്ക് ഈ ഒരു പരിപാടിക്ക് വന്നപ്പോൾ കിട്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഗെയിംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ബ്രൈഡിൻ്റെ സൈഡിൽ നിന്ന് ബ്രൈഡിൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ ഫാമിലി ആയിരിക്കും ഭയങ്കര എനർജറ്റിക് ആയിട്ടുണ്ടാവുക. ഇവിടെ നേരെ തിരിച്ചായിരുന്നു. ആദിത്യൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, എനിക്ക് തോന്നുന്നു ചെറിയ ആളുകൾ മുതൽ വലിയ ആൾക്കാർ വരെ ആദിത്യൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോൾ അവരുടെ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല ഇവൻറ്റിൽ ഓരോരോ ഫങ്ഷനും ഡാൻസും എല്ലാം കണ്ടപ്പോൾ ലൈക്ക് നമ്മളിത് കഴിഞ്ഞു മിസ് ചെയ്യുന്നു എന്നൊരു ഫീൽ എനിക്ക് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ശാന്തിനി, സച്ച് എ സ്വീറ്റ് ഗേൾ, നമ്മളടുത്ത് ഭയങ്കര രസമായിട്ടാണ് ആൾ വർത്തമാനം പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഭയങ്കര ഭംഗിയായി ഷെയർ ചെയ്തു. അതേപോലെ തന്നെ ആദിത്യൻ്റെ കുറേ ഫ്രണ്ട്സ് ടീമിൻ്റെ അടിപൊളി റോക്കിംഗ് ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ എങ്ങനെയാണ്? ബൈ ഫ്രം ജിനിയ ടോണി.